അമ്മ മോളെ എന്തമ്മ ഇന്ന് ചായ ദൈവത്തോർത്ത് വായ തുറക്കല്ലേ. എന്നും അമ്മ ചായക്ക് കടി ചോദിക്കല്ലേ. എന്നും അമ്മയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി തരിക. ഇന്ന് എന്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കട്ടെ വരണം. ഇന്ന് ഞാനേ അടപ്രഥമൻ ഉണ്ടാക്കാൻ പോണേ. എനിക്ക് അടപ്രഥമൻ കുടിക്കാൻ കൊതിയാവുക. കുഴപ്പമില്ല, ഞാനും കുടിക്കാം. ആ നമുക്ക് എന്തും ഇഷ്ടല്ലേ. ഞാൻ എന്ത് കിട്ടാലും കഴിച്ചോളൂ അല്ലേ. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. അമ്പടി കള്ളി. അസുഖം പണ്ട് കഴിക്കാണ്ടിരുന്നാലേ ചത്തുപോയതൊന്നും കഴിക്കാൻ പറ്റില്ല. അമ്മ കഴിക്കണ എനിക്ക് രണ്ടാളും കൂടി പണിയെടുക്കണത് ഇഷ്ടല്ല. നമ്മോട് തന്നെ ഉണ്ടാക്കി. എനിക്ക് ഞാൻ തന്നെ പണിയെടുക്കണത് ഇഷ്ടം. ശരിയെന്ന് എനിക്ക് പരാതിയില്ല. അമ്മ തിന്ന് സഹായിച്ചാ മതി. ആവുമ്പോ എന്നെ വിളിച്ചാ മതി. ഓക്കെ, അപ്പൊ ഉണ്ടാക്കാലെന്ന്. മോളെ ഇഷ്ടം നടക്കട്ടെ. ഓക്കെ. നമ്മളൊക്കെ പായസം ഉണ്ടാക്കാനായിട്ട് അട മേടിക്കല്ലേ ചെയ്യാം. നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ അട ഉണ്ടാക്കി നല്ലൊരു പായസം ഉണ്ടാക്കാം. അതിന്റെ നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1.5 കപ്പ് അരിപ്പൊടി വറുത്തതിട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയാണ്ട് മിക്സ് ചെയ്ത് അതൊന്ന് വറ്റിച്ചത് ഇതുപോലെ ആക്കിയെടുത്ത് ചൂടാറുമ്പോൾ കുഴച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് സേവനാഴിയിൽ കൊക്കുവടയുടെ അച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ മാവ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേ വാഴയിലയിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ആവിയിൽ അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയിട്ട്. അപ്പോഴത്തേക്ക് നമുക്കത് വെന്ത് കിട്ടും. നമുക്ക് എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇത് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അട പൊട്ടി പോവാണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയെടുത്തത്. ഇതേ നമുക്ക് ഇതുപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അട പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ പൊട്ടിച്ചങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്ത് ശർക്കര ഉരുകാനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അട അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കുറുക്കി എടുത്തതിന് ശേഷം 2ാം പാലും ഒഴിച്ചു കൊടുത്ത് അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് 1ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കുറച്ച് ചുക്കുപൊടിയും കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നമുക്ക് വറുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അട ഉണ്ടാക്കി എടുക്കാൻ സിമ്പിൾ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മ അടപ്രഥമൻ ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയാ പറയുമ്പോഴേക്കും നമ്മ കുടിച്ചു നോക്കിയ നല്ലതായ നോക്കിയേ. നീ ഇരിക്കേ. ആയിരിക്കാം. നന്നായിണ്ട്. ഒരു കാര്യം ചെയ്ത പപ്പടം എടുത്ത അതെ താടിങ്ങട് ഇങ്ങനെ ക്ലാസ്സിൽ കുടിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ പപ്പടം വെച്ചിട്ട് ഇങ്ങനെയാണ് കുഴച്ച് പപ്പടം കിട്ടാണ്ട് തിരുമ്പി ഇങ്ങനെ തരണം. ആഹാ, ക്ലാസ്സിൽ കുടിക്കുന്ന ടേസ്റ്റ് ഇങ്ങനെയാ.